ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമുക്കൊരു ക്രിസ്മസിൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു മാസൺ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മയനൈസിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഹണിയുടെ ബോട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ജാമിൻ്റെ ബോട്ടിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഫെവിക്കോൾ വെള്ളമൊന്നും ചേർക്കാത്ത ഒരു ഫെവിക്കോൾ തന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്യാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റമാണ്, സോൾട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഉപ്പാണ്. അപ്പോൾ ഇതൊരു തരിതരിയായിട്ടുള്ള ഒരു ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് സിൽവറിൻ്റെ ഒരു ഗ്ലിറ്റർ പൗഡറാണ്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചൊരു ടിന്നാണ്. ഈ ഒരു ടിന്നിന് 30 രൂപയാണ്. നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ഗ്ലിറ്റർ പൗഡറാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നത് ഇത്ര ഒരു ഫൈനായിട്ടുള്ളതല്ല. അപ്പോൾ അത് ഞാൻ ഈ ഒരു സോൾട്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലിൽ ഒന്നും കൂടി ഒന്ന് ഫെവിക്കോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്തത് ഇപ്പോൾ ഈ ഒരു മിക്സിങ് വന്ന സമയത്തേക്കൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു സോൾട്ടും ഈ ഗ്ലിറ്റർ പൗഡറും കൂടി ഉള്ള ഒരു മിക്സ്ചർ ഒന്നിങ്ങനെ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്ത സ്ഥലത്തൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു സോൾട്ടും ഗ്ലിറ്റർ പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ നേരത്തെ മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് പോയതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഉടൻ തന്നെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോഴത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു സോൾട്ട് കുറച്ച് വേസ്റ്റായി പോയിട്ടുള്ളതാണ്. കാരണം ഈ കബോർഡിൻ്റെ അകത്തുനിന്ന് ഈ കോക്രോച്ച് വന്നിട്ട് ഹോൾസൊക്കെ വന്ന് അതിലാകെ കുറച്ച് പ്രാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് യൂസ് ചെയ്യാതെ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. ഞാനതപ്പം പുറത്തോട്ട് കളയാതെ ഞാനൊരു ബൗളിലെടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് മെൽറ്റായിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത് മെൽറ്റായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൽ അതുപോലെ തന്നെ നിൽക്കുമല്ലോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഫെവിക്കോൾ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫെവിക്കോളിൽ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ അത് മെൽറ്റായിട്ട് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ബോട്ടിലിലെ എല്ലാ ഭാഗത്തും ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡറും സോൾട്ടും ഉള്ള ഒരു മിക്സ്ചർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനത് പേപ്പറിലുള്ളതും കൂടെ ബോട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും ഇങ്ങനെ പേപ്പറിൽ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കുറച്ച് കുറഞ്ഞു പോയി. കാരണം നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയിലാണല്ലോ കിട്ടുക. അത് ആ ഒരു റോൾ ചെയ്ത സമയത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്കൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റോൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഒരു പൗഡർ എല്ലാം കൂടെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും. പക്ഷേ ഞാനിത് ഒരാഴ്ചയിലേറെ വെച്ചു. കാരണം അത് ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് മെൽറ്റായിട്ട് പോകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മെൽറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. മെൽറ്റായിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു ഗ്ലിറ്റർ പൗഡറൊക്കെ സോൾട്ടിൽ വന്ന സമയത്ത് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ ആ ഒരു സോൾട്ട് ഇങ്ങനെ ഒന്ന് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സോൾട്ടൊക്കെ ഇങ്ങനെ ഇളകി പോകും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു റെഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയൊരു മാലയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അത് ഞാൻ ഈ ഗോൾഡൻ്റെ കമ്പിയിൽ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബീഡ്സ് വെക്കുക. പിന്നെ എന്നിട്ട് അത് കുറച്ചൊന്നിങ്ങനെ ആ കമ്പി ഒന്ന് വലിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യാം. അപ്പോൾ അത് ഒരു ടൈറ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. പിന്നെ അതുപോലെ ആ കമ്പിയുടെ മറ്റേ സൈഡിലും ഒരു ബീഡ്സ് വെച്ച് റോൾ ചെയ്ത് അങ്ങനെ നമ്മളൊരു ബണ്ടിൽ പോലെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ചെറിയുടെ ഒരു ബണ്ടിലൊക്കെ പോലെയുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രേപ്സിൻ്റെ ഒരു തണ്ടാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ അതിനൊരു ആ ഒരു വൈറ്റിലേക്ക് വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ സാപ്പ് ഗ്രീൻ ആക്കിയിട്ട് എല്ലാ തണ്ടും പെയിൻ്റ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ആ ഒരു മാസൺ ജാർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചെറിയുടെ ഒരു ബണ്ടിലും അതുപോലെ അതിൻ്റെ കുറച്ച് ലീവ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫെവിക്കോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സോൾട്ട് അങ്ങനെ അധികം പെട്ടെന്നൊന്നും ഇളകി പോകുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു സോൾട്ടൊക്കെ ഇങ്ങനെ ഇളകി പോകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലിറ്റർ പൗഡറും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലാവണില്ല, പക്ഷേ അത്രയും ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു ജാറ് കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം നല്ലൊരു സ്നോവി ആയിട്ടുള്ള നല്ലൊരു ജാറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഒരു മഞ്ഞ് പോലുള്ള ഒരു ജാറിന് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഒരു 2-3 റോൾ ചെയ്തിട്ട് അവിടെ ഒരു ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഞാനൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ബോ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ജൂട്ടിൻ്റെ ആ ഒരു റോളിങ്ങും അതുപോലെ ആ ഒരു ബോയൊക്കെ വന്ന സമയത്ത് നമ്മൾ ആ ഒരു ബോട്ടിൽ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ആ ഒരു ചെറിയുടെ ഒരു ബണ്ടിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു കമ്പി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു കമ്പി ഞാൻ ജസ്റ്റ് മേലെ വളച്ചിട്ട് അങ്ങനെ ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ജൂട്ടിൻ്റെ ആ ഒരു നമ്മൾ ബോ വെച്ചിട്ടുള്ളത് മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബോ ഒന്നിങ്ങനെ ഇളക്കി മാറ്റിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഗ്രേപ്പിൻ്റെ തണ്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ആ ഒരു ഗ്രേപ്സിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബണ്ടിലുണ്ടല്ലോ നമ്മൾ ആ ഒരു ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കി, അപ്പോൾ അത് ആ ഒരു കമ്പി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ടുള്ള ഒരു ബോയും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ ആ ഒരു മഞ്ഞു പോലെയുള്ള ഒരു മാസൺ ജാർ റെഡി ആയിട്ടുണ്ട്. പൊതുവേ ഈ സ്നോവി മാസൺ ജാർ ക്രിസ്മസിന് ഒരു മെയിനായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് എപ്സം സോൾട്ട് യൂസ് ചെയ്തിട്ടാണ്. എപ്സം സോൾട്ട് എന്ന് പറയുമ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു സോൾട്ടാണ്. നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പല്ല, ഒരു പ്രത്യേക തരം ഒരു സോൾട്ടാണ്. അപ്പോൾ പിന്നെ അതുപോലെ ആ ഒരു ബീഡ്സിൻ്റെതാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറ്. അതുപോലെ ആ ഒരു ഗ്രേപ്സിൻ്റെ തണ്ടൊന്നുമല്ല, ഒരു പ്രത്യേക തരം ഒരു ലീവ്സൊക്കെയാണ് ചെയ്യുന്നത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ ഒരു വൈറ്റും റെഡ് ഗ്രീനും വന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ, നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ക്രിസ്മസിൻ്റെ ഒരു 3 കളേഴ്സാണല്ലോ, റെഡ് വൈറ്റ് ഗ്രീനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് വേറൊരു കുഞ്ഞു ബോട്ടിലും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഇനോ ആണ്, എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരു ഫ്രൂട്ട് സോൾട്ടാണ്, നമ്മൾ ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആസിഡിറ്റിക്ക് റിലീഫായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഈ ഒരു സോൾട്ട് ഇട്ടിട്ട് നമ്മൾ കുടിക്കുമ്പം നല്ലൊരു സുഖമാണ്. അപ്പോൾ അത് ഇവിടെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു സോൾട്ടാണല്ലോ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു വൈറ്റ് കളറല്ല, ഒരു ലൈറ്റ് ഗ്രീന്, ഒരു ലെമൺ യെല്ലോ പോലത്തെ ഒക്കെ ഒരു കളറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോട്ടിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു മേലുള്ള ആ ഒരു ഇനോൻ്റെ ആ ഒരു കവറിങ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിലൊന്നിങ്ങനെ ഡയറക്റ്റായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോൾട്ട് ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സോൾട്ട്, അത് ഒന്ന് ഫുള്ളായിട്ടൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സോൾട്ടിന് നല്ലൊരു കളറാണ്. അപ്പോഴാണ് ഞാൻ പെയിൻറ്റൊക്കെ അടിക്കാതെ നല്ലൊരു കുഞ്ഞായിട്ടുള്ളൊരു ബോട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ബോട്ടിൽ എല്ലായിടത്തും ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു സോൾട്ടിൻ്റെ പോലെയല്ല, ഇത് തരിയായിട്ടുള്ള ടൈപ്പല്ല, കുറച്ചൊരു ഇങ്ങനെ നല്ലൊരു ഡസ്റ്റായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇപ്പോൾ ഈ സോൾട്ട് ഉപയോഗിച്ചിട്ട് ആ ഒരു ബോട്ടിൽ കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ നെക്കിൻ്റെ സൈഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ജൂട്ടിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്രേപ്സിൻ്റെ ആ ഒരു തണ്ടും അതുപോലെ ആ ഒരു ചെറിയുടെ ഒരു 2-3 ബീഡ്സ് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞു ബണ്ടിൽ പോലെ ആക്കിയിട്ട് അതും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അത്രയും ഒരു ഭംഗിയില്ല, കാരണം ആ ഒരു വൈറ്റിൻ്റെ അത്രയും ഒരു രസം ഇല്ല. പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു കുഞ്ഞു ബോട്ടിലല്ലേ, അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ആ ഒരു സോൾട്ട് ആണെങ്കിൽ എന്തായാലും വേസ്റ്റായിട്ട് കളയാൻ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് നമുക്കൊരു ഷോ പീസായിട്ട് തന്നെ വെക്കാൻ പറ്റും, ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻസിലൊക്കെ. പിന്നെ നമുക്കിതൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു വലിയ ബോട്ടിലിൽ ഒരു കുഞ്ഞ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ക്യാൻഡിൽ വെച്ചിട്ട് ആ ഒരു ക്യാൻഡിലൊക്കെ ഒന്ന് ലൈറ്റ് കത്തിച്ച സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു സോൾട്ടിൽ നമ്മൾ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ ആകുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ക്യാൻഡിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഡേ ലൈറ്റിൽ കാണുന്ന സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഈ ഒരു സ്നോവിൻ്റെ അകത്ത് കൂടെ നമ്മളിങ്ങനെ ആ ഒരു ഗ്ലിറ്ററൊക്കെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ അത് എത്ര നോക്കിയിട്ടും എനിക്ക് ആ ക്യാമറയിലൂടെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ആ ഒരു ഗ്ലിറ്റർ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും അത് ഇഷ്ടമാവും. അപ്പം നമ്മൾ ക്യൂട്ട് ആൻഡ് കുട്ടി ക്രിസ്മസ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ക്രിസ്മസ് ഓർണമെൻ്റ് ആണ്. നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സിമ്പിളാണ്. ആ ഒരു റെഡ് ബീഡ്സ് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് അതുപോലെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു 3D സ്റ്റാറാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ട്രീയിലൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ എൻ സ്ക്രീനായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.